ഞാൻ സുധാമഴമേഘ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് നമ്മുടെ തുവര. ഈ സീസണാണല്ലോ, തുവരക്ക സീസണാണല്ലോ ഇപ്പോ. അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് നാടൻ രീതിയിലുള്ള തുവര പുളി നമ്മൾക്ക് ഉണ്ടാക്കാം. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ട് ആ കറി നമ്മൾക്ക് ആയി കിട്ടും. അപ്പോൾ ഞാൻ തുവര കുറച്ച് വാങ്ങിച്ചിട്ട് വൃത്തിയായി കഴുകി തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പം അതിനെ നമ്മൾക്ക് ആദ്യം തന്നെ വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു തക്കാളി. അത് നമ്മൾക്ക് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു 6-7 ചെറിയ ഉള്ളി ഇങ്ങനെ നെടുവേ പൊളിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾക്ക് ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം. ഇത് നമ്മൾക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പം നമ്മുടെ അടുപ്പിലത്തെ തുവര നന്നായിട്ട് വേകുമ്പോഴേക്ക് നമ്മൾക്ക് ഈ ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂണ് ജീരകവും കൂടെ നമ്മൾക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും ജീരകവും നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തുവര നന്നായിട്ട് വെന്ത ശേഷം കുറച്ച് പുളി കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ തുവരയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ? ഇത് 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. പച്ച തുവരയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നാടൻ രീതിയിൽ ഈ തുവരപ്പുളി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് മടുപ്പ് തോന്നില്ല ഈ കറി കഴിക്കാൻ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്കുള്ള ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് കടുക് താളിച്ച് കൊട്ടാം. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല രുചിക്കും മണത്തിനുമായിട്ട് ശകല കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും പുളിയും എല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ താളിച്ചതുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മുടെ തുവരപ്പുളി റെഡിയായത്. അപ്പം ഈ സീസണിലാണ് ഇത് കിട്ടുക. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ വാങ്ങിച്ച് ഭംഗിയിലും രുചിയിലും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്.